മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ന് മാർക്കറ്റ് എങ്ങനെയാണ് സമാപിച്ചിരിക്കുന്നത്, ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ടോപ്പ് ലൂസേഴ്സ് ആയ സ്റ്റോക്കുകൾ ഏതൊക്കെ, പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ് ഇന്ന് പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ടത്, അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവല്, പിന്നെ 48% വരെ ഡിസ്കൗണ്ടില് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള നല്ല 6 സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്. ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. നിങ്ങളും കൂടി സ്റ്റോക്കിന്റെ വാലുവേഷൻ, ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, മാർക്കറ്റ് ഡയറക്ഷൻ ഈ 4 കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് മാർക്കറ്റ് നല്ലൊരു ഹൈ വോളറ്റാലിറ്റി ഉണ്ടായിരുന്നു, സെല്ലിംഗ് പ്രഷർ. സോ അതുകൊണ്ട് തന്നെ ക്ലോസ് ആയത് കുറച്ച് ഡൗണിലാണ്. ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം ഹൈയിലാണ് ക്ലോസ് ആയത്, എന്നാലും നമ്മുടെ മാർക്കറ്റ് ഡൗണിലാണ്. യൂഷ്വലി ഈ ഒരു US ഇറാന്റെ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ നമ്മുടെ മാർക്കറ്റ് ഇടിയുന്നത് ഒരു പതിവായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഗ്യാസ് ഡീലേഴ്സിനും അതുപോലെ റീറ്റെയിലേഴ്സിനൊക്കെ ഒരു വാർണിംഗ് നൽകുന്ന പോലെ, അതായത് ഈ ഒരു പ്രൈസ് ഇമ്മീഡിയറ്റ്ലി ഡൗൺ ആവുകയാണെങ്കിൽ, ഡൗൺ ആയില്ലെങ്കിൽ കുറച്ചൊരു പ്രോബ്ലമാറ്റിക് ആണ് എന്നുള്ള രീതിയിൽ, അതായത് റീറ്റെയിലേഴ്സും അതുപോലെ ഗ്യാസോലിൻ ആൾക്കാര് അവരുടെ പ്രൈസ്, ഓയിലിന്റെ പ്രൈസ് കുറച്ചില്ലെങ്കിൽ കൂടുതലാവുകയാണെങ്കിൽ അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരും എന്നുള്ള രീതിയിൽ ഒരു വാർണിംഗ് മെസ്സേജ് കൊടുത്തിരുന്നു. സോ ഇന്നലെ US മാർക്കറ്റ് ഹൈയിലാണ് ക്ലോസ് ആയത്. ഡൗ ജോൺസ് 6%, അതുപോലെ നാസ്ഡാക്ക് 2%, അതുപോലെ S&P 500 1% ഹൈയിലുമാണ് ക്ലോസ് ആയത്. അതുപോലെ മോർണിംഗ് ജാപ്പനീസ് നിക്കി 1% ഹൈയിലും, ഹാൻസൺ ഇൻഡെക്സ് 0.5% ഡൗണിലും, ഷാങ്ഹായ് ഇൻഡെക്സ് 1% ഹൈയിലുമാണ് ക്ലോസ് ആയത്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി മോർണിംഗ് പോസിറ്റീവായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്തത് 30 to 40 പോയിന്റ്സ് ഹൈയിലാണ് ഓപ്പൺ ആയത്, 24,050 ആ ഒരു റേഞ്ചില്. അതിനുശേഷം വെർട്ടിക്കൽ ആയിട്ട് ഒരു ഫോള് 23,930, ഏകദേശം ഒരു 70 to 80 പോയിന്റ്സ് ഡൗണില് ക്ലോസ് ആയി. ഇപ്പൊ നിഫ്റ്റി 23,865, ഏകദേശം 80 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി 185 പോയിന്റ്സ് ഡൗണിൽ ക്ലോസ് ആയി, 0.32%, 57,572 വന്ന് സെറ്റിൽ ആയിരിക്കുകയാണ്. സെൻസസ് 0.3% ഡൗണിൽ 76,478 സെറ്റിലായി. ബ്രോഡ് ഇൻഡെക്സ് സ്ലൈറ്റ്ലി ഡൗണിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഓട്ടോ ഇൻഡെക്സ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതുപോലെ ഫാർമ ഇൻഡെക്സും ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നു. സോ റുപ്പി 94.66 വന്ന് സെറ്റിൽ ആയിരിക്കുന്നത്. അതായത് ഫിനാൻസ് മിനിസ്റ്റർ ചേഞ്ച് ആകും എന്നുള്ള ഒരു ന്യൂസ് വരികയാണ്. അപ്പൊ ഇന്ന് നൈറ്റ് വരികയാണെങ്കിൽ, ശക്തികാനന്ദ ദാസ് വന്നാൽ റുപ്പി കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആകും, മാർക്കറ്റ് കുറച്ചു ദിവസം പോസിറ്റീവ് ആകും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കാരണം നിഫ്റ്റിയുടെ ഇന്ന് ടോപ്പ് ലൂസേഴ്സിൽ വന്നിരിക്കുന്നത് ഏഷ്യർ മോട്ടോഴ്സ്, ഇൻഫോസിസ്, ടാറ്റ കൺസ്യൂമർ, TCS, വിപ്രോ തുടങ്ങിയ സ്റ്റോക്കുകൾ. ടോപ്പ് ഗെയിനേഴ്സിൽ വന്നിരിക്കുന്നത് മാരുതി സുസുക്കി, ടൈറ്റൻ കമ്പനി, അതുപോലെ അദാനി എന്റർപ്രൈസസ്, ബജാജ് ഫിനാൻസ്, ടാറ്റ മോട്ടോർ പാസഞ്ചർ വെഹിക്കിൾ ആണ്. IT ഇൻഡെക്സ് 2.5% ഇടിഞ്ഞിട്ടുണ്ട്, FMCG 0.6%, മീഡിയ 0.8% ഇടിഞ്ഞിട്ടുണ്ട്. അതേസമയം കൺസ്യൂമർ ഡ്യൂറബിൾസ്, റിയാലിറ്റി ഒക്കെ 1% വെച്ച് കയറിയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.3% കയറി, സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 1% വെച്ച് കയറിയിട്ടുണ്ട്. IMD റിപ്പോർട്ട് ഫോർകാസ്റ്റ് വന്നിരിക്കുകയാണ്. ജൂലൈ മന്ത് 94% ബിലോ നോർമൽ റെയിൻഫോൾ വരാനാണ് സാധ്യത എന്നുള്ള രീതിയിൽ ഒരു ഫോർകാസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ അത് വളരെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റ് തന്നെയാണ്. കാരണം ഈ ഒരു മൺസൂൺ നന്നായിട്ട് വന്നാലാണ് ഓവറോൾ എക്കോണമിക്കും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റിലെ പല സ്റ്റോക്കുകൾക്കും, ക്രോപ്പ്, അഗ്രികൾച്ചർ എല്ലാത്തിനും തന്നെ ബെനിഫിറ്റ് ആവുന്നത്. പക്ഷെ അത് കുറയും എന്നുള്ള ഒരു ന്യൂസ് ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇപ്പോ US മാർക്കറ്റും അതുപോലെ യൂറോപ്പ് മാർക്കറ്റും ഒക്കെ ഫ്ലാറ്റില് പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഈവനിങ് ഒരു 7:30 USA ജോബ് ഓപ്പണിംഗ് ഡേറ്റ വന്നു കാണാം. അപ്പൊ എല്ലാം തന്നെ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അപ്പൊ നാളെ അതുപോലെ ഓട്ടോ സെയിൽസ് ഡേറ്റ വരും.
പിന്നെ യൂറോപ്പ് സോണിന്റെ ഇൻഫ്ലേഷൻ ഡേറ്റ വരും. ഇവന്റ് വൈസ് നോക്കിയാൽ ആ ഒരു ഡേറ്റാസ് കാര്യങ്ങളൊക്കെ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊന്നുകൂടി പോയി ഒന്ന് ചെക്ക് ചെയ്തോളുക. അപ്പൊ ഈ ജൂൺ മന്തിന്റെ ലോയും ജൂലൈ മന്തിന്റെ ഹൈയും ഇത് എപ്പോഴും തമ്മിൽ നല്ല ഒരു ഡിഫറൻസ് കാണും. അപ്പൊ ആ ഒരു ചാർട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എല്ലാ വർഷവും അങ്ങനെയാണ്. അപ്പൊ ജൂലൈ മന്തിന്റെ ഹൈ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് വെയിറ്റിംഗ്. സോ ജൂൺ മന്തിലെ ലോ എന്ന് പറയുമ്പോൾ ജൂൺ 8-ാം തീയതി വന്ന ലോയാണ്. അതായത് 23,070. ഇപ്പൊ 23,865 വന്ന് സെറ്റിൽ ആയിട്ടുണ്ട്. ഇപ്പൊ യൂഷ്വലി ഒരു മാസം ന്യൂ ആയിട്ട് വരുമ്പോഴത്തേക്ക് എസ്പിരിക്ക് മാർക്കറ്റ് ഹൈയില് ക്ലോസ് ആവാനാണ് സാധ്യത. 7 to 8% ഹൈയില്. സോ നാളെ ഈ ഒരു സെന്റിമെന്റ് വർക്ക്ഔട്ട് ആകുമോ? പുതിയൊരു മാസമാണ്. അപ്പൊ അങ്ങനെ പുതിയ മാസത്തിന്റെ ഫസ്റ്റ് ഡേ ആ ഒരു രീതിയിൽ ആ ഒരു വീക്കില് നമുക്ക് ആ ഒരു റേഞ്ച് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് 24,000 തന്നെയാണ്. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 24,070, 24,100, അല്ലെങ്കിൽ മുകളിൽ പോയാൽ 24,200 ആ ഒരു റേഞ്ച് ആണ്. സപ്പോർട്ട് ലെവൽ 23,800, 23,600 ഇതാണ് സപ്പോർട്ട് ലെവല് വരുന്നത്. ഇനി ഏതൊക്കെ സ്റ്റോക്ക് ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ FIDAയുടെ ഡേറ്റ ഓൾമോസ്റ്റ് FI സെല്ലിംഗിൽ തന്നെ ആയിരിക്കും. അപ്പൊ അതെന്തായാലും ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്തേക്കാം. അപ്പൊ അത് മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അതുപോലെ ചാനലിൽ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഡിസ്കൗണ്ടിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കാം. അതായത് ഈ സ്റ്റോക്കുകളൊക്കെ ലോങ് ടേമിന് മേടിച്ചിടാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. അപ്പൊ അതിൽ ഫസ്റ്റ് വരുന്ന സ്റ്റോക്കാണ് ഈ ഒരു എബോട്ട് ഇന്ത്യ. എബോട്ട് ഇന്ത്യ ലീഡിംഗ് ആയിട്ടുള്ള മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. പക്ഷെ ഒത്തിരി പ്രൈസി സ്റ്റോക്കാണ്. ബട്ട് ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ പറയാൻ കാരണം ഇത് 30% ഡിസ്കൗണ്ടിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് പറഞ്ഞത്. പിന്നെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE ഒക്കെ നല്ല കുറവാണ്. ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yielding സ്റ്റോക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് കണ്ടോ? ഇപ്പൊ കുറച്ച് ഡൗണിൽ പോയിട്ട് മുകളിൽ വരുന്ന ഒരു ഗ്രാഫാണ്. അപ്പൊ ഇത് ഹെൽത്ത് കെയറിൽ ലാസ്റ്റ് പ്ലേസിൽ വരുന്നു. എന്നാലും നല്ല ഒരു ഗ്രോയിങ് സ്റ്റോക്കാണ്. ലോങ് ടേമിനൊക്കെ നമുക്ക് മേടിച്ചിടാൻ പറ്റിയ സ്റ്റോക്കാണ്. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വൈസ് നോക്കിയാൽ FI ഹോൾഡിങ്സ് വർദ്ധിച്ചിട്ടുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു സ്റ്റോക്ക്. സെക്കൻഡ് സ്റ്റോക്ക് വരുന്നത് ജ്യോതിസ് ലാബ്. ജ്യോതിസ് ലാബ് ആണ് ഇപ്പൊ നല്ല ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ജ്യോതിസ് ലാബ് ഏകദേശം 48% ഡിസ്കൗണ്ട് ആണ് 52 വീക്ക് ഹൈയിൽ നിന്നും ഉള്ളത്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ PE നല്ല കുറവും ROC ROE ഒക്കെ ബെറ്റർ ആയിട്ട് തന്നെ ഉണ്ട്. പിന്നെ നല്ല ഒരു ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ്. ഇപ്പൊ തൃശ്ശൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ഈ ജ്യോതിസ് ലാബും ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ ഒക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാസ്റ്റ് കൺസ്യൂമർ ഗുഡ്സിൽ തന്നെ ലീഡിംഗ് ആയിട്ട് വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേമിന് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാം. റിസർവ്സ് ഒക്കെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു നല്ലൊരു സ്റ്റോക്ക് തന്നെയാണ്. പക്ഷെ 195 ബ്രേക്ക് ചെയ്താലേ ഈ ഒരു സ്റ്റോക്കിൽ ഇപ്പൊ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദെൻ ഹാവൽസ് ഇന്ത്യയാണ് നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക്. ഹാവൽസ് ഇന്ത്യ 0.28% ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോക്ക് ഇപ്പൊ 29% ആണ് ഡിസ്കൗണ്ട് വരുന്നത് 52 വീക്ക് ഹൈയിൽ നിന്നും. ഫാസ്റ്റ് മൂവിംഗ് ഇലക്ട്രിക്കൽ ഗുഡ്സിൽ വരുന്ന ഒരു കമ്പനിയാണ്. ഇവര് മെയിനായിട്ട് ഈ ഒരു അതായത് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസസ്, കേബിൾസ്, വയേഴ്സ്, ഫാൻ, സ്വിച്ചസ് ഇതിന്റെയൊക്കെ നിർമ്മാണത്തിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പൊ പ്രൈസ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് PE കുറവ് തന്നെയാണ്. അതുപോലെ ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഡിവിഡൻഡ് yielding ചെറിയ രീതിയിൽ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ നല്ല ഡിസ്കൗണ്ടിലാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസിൽ സെക്കൻഡ് ലീഡിംഗിൽ ലോങ് ടേമിന് നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്ക് ഫോക്കസ് ചെയ്യാം. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് ഫോർത്ത് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഓറിയാന പവർ ലിമിറ്റഡ്. ഈ സ്റ്റോക്കും ഇപ്പൊ 52 വീക്ക് ഹൈയിൽ നിന്ന് നോക്കിയാൽ ഏകദേശം 48% വരെ ഡിസ്കൗണ്ടിലാണ് ട്രേഡ് ചെയ്യുന്ന. പ്രൈസ് വെച്ചുമ്പോൾ PE നല്ല കുറവാണ്. അഫോർഡബിൾ PE ആണ്. ROC ROE ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് yielding സ്റ്റോക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യുക. കാരണം ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് സൈഡ് ആണ്. ബട്ട് എന്നാലും ക്യാപിറ്റൽ ഗുഡ്സിൽ ഈ ഒരു സ്റ്റോക്ക് ലാസ്റ്റ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത്. എന്നാലും ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്.
ഇപ്പോൾ ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആയിട്ട്. നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് ജില്ലറ്റ് ഇന്ത്യ. സോ ജില്ലറ്റ് ഇന്ത്യ 7680, ഇതും പ്രൈസി സ്റ്റോക്ക് തന്നെയാണ്. ബട്ട് ഈ സ്റ്റോക്കും ഇപ്പൊ നല്ല ഡിസ്കൗണ്ടിലാണ്. 34% ഡിസ്കൗണ്ടിൽ അവൈലബിൾ ആണ്. പ്രൈസ് വെച്ച് നോക്കുമ്പോൾ പി നല്ല കുറവാണ്, ROCR ഒക്കെ കൂടുതലാണ് ഈ ഒരു സ്റ്റോക്കിന്. ദെൻ ഈ ഒരു ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ 6th പ്ലേസിൽ വരുന്ന നല്ലൊരു ഗ്രോയിങ് സ്റ്റോക്ക് ആണെന്ന് പറയാം. ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്. ഇതൊക്കെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ലോങ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ പറ്റിയ സ്റ്റോക്കാണ്. ഇന്ത്യസ് ലീഡിംഗ് ആയിട്ടുള്ള ഫുഡ് കമ്പനീസിൽ 100 ഇയർ ലെഗസിയിൽ വരുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ്. സോ ഈ സ്റ്റോക്ക് ഇപ്പോൾ നല്ല ഒരു ഡിസ്കൗണ്ടിലാണ് എന്ന് പറയാം. സോ ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യാം. ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏകദേശം നല്ല ഒരു ഡിസ്കൗണ്ടിൽ ട്രേഡ് ചെയ്യുന്നു. ROCR ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫണ്ടമെന്റൽസും കൂടി ചെക്ക് ചെയ്യാം. നല്ല ഒരു ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. ലോങ് ടേമിന് നോക്കുമ്പോഴത്തേക്ക് ഡിവിഡൻഡ് ഈൽഡിങ്, അതുപോലെ വാല്യുവേഷൻ, ഫണ്ടമെന്റൽസ്, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇതെല്ലാം തന്നെ ഈ സ്റ്റോക്കിന് 19% ആണ് ഇപ്പോൾ ഡിസ്കൗണ്ടിൽ ഈ ഒരു സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവരുടെ എക്സ്പെൻസ്, റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. റിസർവ്സ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ FI ഹോൾഡിങ്സ് വർദ്ധിച്ചു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലേ ലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ബേസിക് വീഡിയോസ്, ഓയിൽ, ടെക്നിക്കൽ ചാർട്ട് പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്, ഹൗ ടു ലേണിംഗ് വീഡിയോസ് 50 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.